ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത്, ടോപ്പിക് എന്ന് പറയുന്നത്, ഈ വ്യക്തി നിങ്ങളിൽ നിന്നും സ്വയം അകന്നു പോയതാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അകറ്റിയതാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ റീഡിങ്ങിന് പോണിന് തൊട്ട് മുൻപായിട്ട് ഒരു നോട്ടീസ് ഉണ്ട്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, ബാക്ക് ടു റീഡിംഗ്. അപ്പൊ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും സ്വയം അകന്നു പോയതാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അകറ്റിയതാണോ? ഇപ്പൊ ഇത് ഭൂരിഭാഗം നിങ്ങൾ ഇത് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകണം. ഓക്കെ, ഇപ്പൊ ഇതിനോടകം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിലൂടെയും ഈ വ്യക്തിയുടെ പെരുമാറ്റങ്ങളിലൂടെയും അതുപോലെ നമ്മുടെ ഈ റീഡിങ് സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തികൾക്കാണെങ്കിലും ഓരോ അടയാളങ്ങൾ അല്ലെങ്കിൽ ഓരോ ലക്ഷണങ്ങളൊക്കെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭൂരിഭാഗം പേർക്കും അറിയാൻ പറ്റുന്നുണ്ടാകാം എങ്ങനെയാണ് ഈ പേഴ്സൺ അകന്നു പോയത് എന്നുള്ളത്. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൺഫർമേഷൻ വേണ്ട ഒരു സാഹചര്യവും ആയിരിക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ പറ്റുന്നുണ്ടാകാം യഥാർത്ഥ റീസൺ എന്താണെന്നുള്ളത്, ബട്ട് ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ടാകാം. സോ അവർക്കും കൂടിയൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിങ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ എന്തിനാണ് നിങ്ങളെ ഇട്ടിട്ട് പോയത്, ഉപേക്ഷിച്ച് പോയത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഐഡിയയും ഉണ്ടാവൂല. അതായത് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, നിങ്ങൾ സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്നാണെങ്കിൽ നിങ്ങളും അതിശയിക്കുന്നുണ്ടാകാം എന്തുകൊണ്ട് ഈ പേഴ്സൺ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നുള്ളത്. സോ അങ്ങനെയുള്ളവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ് കാണണം. ഓക്കെ, എന്നാലേ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ഇവിടെ പ്രസന്റബിൾ ആവുകയുള്ളൂ, നമ്മൾക്ക് അത്രയും അക്യുറേറ്റ് ആയിട്ട് റീഡിങ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ പറയാനാണെങ്കിൽ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങളായിട്ട് കേവലം ഒരു ടൈം പാസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഓക്കെ ഒന്ന് സമയം പോക്കിന് വെറുതെ നിങ്ങളൊന്ന് സ്നേഹിച്ച് കളയാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വെറുതെ ഒന്ന് കല്യാണം കഴിച്ചേക്കാം എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ നിർബന്ധ പ്രകാരമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിർബന്ധിച്ചിട്ടോ അല്ല ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. ഇത് തികച്ചും നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടേണ്ടത് എന്ന് പറയുന്നത് തികച്ചും ഒരു യൂണിവേഴ്സ് തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മൾ പറയില്ല, അതൊരു ഫെയ്ത്ത് ആണ്, അല്ലെങ്കിൽ അതൊരു തലവരെയാണ്. നമ്മുടെ തലയിൽ വരച്ചത് തൂത്താ പോവില്ലല്ലോ എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ആ ഒരു എനർജിയിലുള്ള ഒരു കാര്യമാണ് ഈ പേഴ്സണെ, അല്ലെങ്കിൽ ആ ഒരു കർമ്മമാണ് ഈ പേഴ്സണെ ഈ ഒരു ലൈഫിൽ ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും കണ്ടുമുട്ടുക എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒട്ടും താല്പര്യം ഉണ്ടായിട്ടുണ്ടാവില്ല, പ്രണയിക്കണമെന്നോ സ്നേഹിക്കണമെന്നോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന പോലെ കല്യാണം കഴിക്കണമെന്നോ ചിലപ്പോൾ ഒരു താല്പര്യവും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു പ്ലാനിങ്ങും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. ബട്ട് സ്റ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് എങ്ങനെയൊക്കെയോ ഈ പേഴ്സൺ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അത് ജസ്റ്റ് ഒരു ചാറ്റിങ്ങിലൂടെ ആയിരിക്കാം നിങ്ങൾ ഈ പേഴ്സണായിട്ട് കണക്ഷനിലേക്ക് വന്നത്. ജസ്റ്റ് ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ്, ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് മനസ്സിന് ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഒരു കോൺവെർസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടായിരിക്കാം നിങ്ങൾ രണ്ടുപേരും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ എത്തി നിൽക്കുന്നത് നിങ്ങൾ അത്രയും കടുത്ത വേദനയോട് കൂടിയാണ് ഇപ്പോൾ എത്തിപ്പെട്ട് നിൽക്കുന്നത്. കാരണം ഇത് തികച്ചും നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും സ്വയം അകന്നു പോയതാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അകറ്റിയതാണോ എന്നുള്ളതാണ്. ഇവിടെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളായിട്ടൊരു ഫാമിലി വേണം, അല്ലെങ്കിൽ ഈ ഒരു ലൈഫ്, ഇനിയുള്ള ജീവിതം നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് പങ്കുവെച്ച് സന്തോഷത്തോടു കൂടി, പൂർവാധികം ശക്തിയോട് കൂടി, സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പേഴ്സൺ വന്നത്. പക്ഷേ ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള പശ്ചാത്താപം കാണാൻ സാധിക്കുന്നുണ്ട്. മേ ബി ഇപ്പോൾ ഈ പേഴ്സൺ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാകണം. ഓക്കെ, നിങ്ങളെ, അതായത് ആക്ച്വലി ഇത് ഈ പേഴ്സന്റെ ഒരു
എന്താണ് ഇവിടെ അൾട്ടിമേറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത് ഈ പേഴ്സണെ മറ്റാരൊക്കെയോ നിങ്ങളിൽ നിന്ന് മാറ്റിയതാണ്. ഓക്കെ, മാറ്റപ്പെട്ടു പോയതാണ്, അതായത് മാറ്റിക്കളഞ്ഞതാണ്. നിങ്ങളിലേക്ക് പൂർവാധികം ശക്തിയോട് കൂടി അത്രയും ട്രൂ ഇന്റൻഷനോട് കൂടി നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്ന ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ല. ഓക്കെ, അത് ഈ പേഴ്സന്റെ ലൈഫിലുള്ള ഒട്ടുമിക്ക ആഗ്രഹങ്ങളും സാധിച്ചു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളെ നേടിയെടുക്കാൻ ഈ പേഴ്സന് സാധിച്ചില്ല. സോ അത് തീർച്ചയായിട്ടും ഈ പേഴ്സണെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്, വല്ലാതെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഈ പേഴ്സണെ തേർഡ് പാർട്ടി വന്നിട്ട് കൊണ്ടുപോയതായിട്ടാണ് കാണിക്കുന്നത്. എല്ലാവരുടെയും വ്യക്തികൾ കല്യാണം കഴിച്ചു എന്നല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. കുറച്ച് ആൾക്കാരുടെങ്കിലും ഒരു 100%, ഒരു 10-20% ആൾക്കാർ ഡെഫിനറ്റ്ലി വേറെ മാരേജ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ നിങ്ങളാണെങ്കിലും ഈ പേഴ്സണെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സ് സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ യാത്രകളിലായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ ദൂരേക്ക് യാത്ര ചെയ്യുന്നതായിട്ടോ, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് അതിലേക്ക് പോകുന്നതായിട്ടോ ഒക്കെ ഈ പേഴ്സൺ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് സമാധാനത്തിന് വേണ്ടിയിട്ട്. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ആ ഒരു ഇല്ലായ്മ, നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഇല്ലായ്മ ഈ വ്യക്തിക്ക് വൈബ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പേഴ്സണെ കീഴ്പോട്ട് വലിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ മനസാക്ഷി, നമ്മൾ പറയില്ല മനസാക്ഷി കുത്തെന്ന് പറയില്ലേ, അതായത് ചില സമയത്ത് നമ്മൾ ചെയ്തു പോകുന്ന ആ ഒരു തെറ്റുകൾ, അത് നമ്മുടെ കുറ്റം കൊണ്ടല്ല, സാഹചര്യങ്ങളും കൊണ്ട് ചെയ്തു പോകുന്നതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ ആ ഒരു സെയിം സിറ്റുവേഷൻ ആണ് ഈ പേഴ്സണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ മേ ബി ഈ പേഴ്സണെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിലൂടെ ഈ പേഴ്സണെ കൈവശപ്പെടുത്തിയിട്ടുണ്ടാകണം. അതായത് അച്ഛനും അമ്മയും ഈ പേഴ്സണോട് കരഞ്ഞു പറഞ്ഞ് ഓക്കെ ഈ ഒരു കല്യാണത്തിന് സമ്മതിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ജീവനോടെ ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള ഇമോഷണൽ പരമായിട്ടുള്ള ബ്ലാക്ക് മെയിലിങ്ങും ഇമോഷണൽ പരമായിട്ടുള്ള രീതിയിൽ ഈ പേഴ്സണെ അവര് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് വെച്ച് അവരുടെ ഒരു കളിപ്പാവ എന്നുള്ള രീതിയിൽ ഈ പേഴ്സണെ ചലിപ്പിച്ചു എന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും ഇന്ന് ഈ പേഴ്സൺ ഒറ്റയ്ക്കാണ്, മനസ്സുകൊണ്ട് ഒറ്റയ്ക്കാണ്, വെരി അൺഹാപ്പി സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സന്റെ ജീവിതത്തിലെ വിളക്ക്, അത് തെളിഞ്ഞു നിൽക്കുന്ന വിളക്ക് എന്നുള്ളത് നിങ്ങളായിരുന്നു. ആ വിളക്ക് കെട്ടുപോയ അവസ്ഥയാണ്. ദാറ്റ് മീൻസ് ഈ പേഴ്സൺ ഇരുട്ടിലാണ്. ഓക്കെ, ആക്ച്വലി നിങ്ങളാണ് ഈ പേഴ്സന്റെ സ്ഥാനത്ത് വരേണ്ടിയിരുന്നത്. അതായത് ഈ പേഴ്സന്റെ പാർട്ട്ണറിന്റെ സ്ഥാനത്ത് നിങ്ങളാണ് വരേണ്ടിയിരുന്നത്. ഇനിയിപ്പോ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാത്ത വ്യക്തികളാണ് എങ്കിൽ, അതായത് നിങ്ങളിപ്പോ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ പേഴ്സന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ സ്റ്റക്നെസ് ആണ്. നിങ്ങൾ രണ്ടുപേരും സ്റ്റക്കാണ്. ബിക്കോസ് നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകാനോ മാരേജിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ തന്നെ റീസ്റ്റാർട്ട് ചെയ്യിപ്പിക്കാനോ സാധിക്കുന്നില്ല. കുറച്ചധികം രീതിയിലുള്ള നെഗറ്റീവ് എനർജീസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സന്റെ മനസ്സ് മൂടപ്പെട്ട് കിടക്കുകയാണ്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് മൂടപ്പെട്ട് കിടക്കുകയാണ്. അതെന്തോ ഒരു എക്സ്ട്രാ എനർജിയും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. മേ ബി അത് സംതിങ് ആഭിചാരക്രിയകൾ, അല്ലെങ്കിൽ സംതിങ് ബ്ലാക്ക് മാജിക് എഫക്റ്റ്, അല്ലെങ്കിൽ കൂടോത്രം പോലെയുള്ള മോശപ്പെട്ട കർമ്മകൾ, അതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് അന്നേരത്ത് ആ ഒരു തരത്തിലുള്ള ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ പേഴ്സന്റെ മനസ്സ് നിങ്ങളിൽ നിന്നും മാറി, നിങ്ങളിൽ നിന്നും അകന്നു പോയി. ഒരുപക്ഷെ നിങ്ങൾ അത്രത്തോളം ചീത്ത വിളിച്ചിട്ടൊക്കെ ആയിരിക്കാം ഈ പേഴ്സൺ പോയിട്ടുണ്ടാവുന്നത്. ബട്ട് അതിന്റെ എഫക്റ്റ് കുറഞ്ഞപ്പോ, അതായത് എന്ത് കാര്യവും ചെയ്യണേന് ഒരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ, അത് കുറഞ്ഞു വന്നപ്പോ ആക്ച്വലി നിങ്ങളുടെ എനർജി ഇവിടെ ഉയർന്നു വന്നു എന്നുള്ളതാണ്. അതായത് ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി കുറയുകയും അവർ ചെയ്തു വെച്ചിട്ടുള്ള പല ക്രിയകളുടെ എനർജി കുറയുകയും പ്രവൃത്തികളുടെ എനർജി കുറയുകയും നിങ്ങളുടെ എനർജി ഇപ്പൊ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജിയാണ് ഇപ്പോൾ ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസ് ഇവിടെ കംപ്ലീറ്റ്ലി ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മേ ബി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, മറ്റെന്തെങ്കിലും പ്രാർത്ഥനകൾ സ്വീകരിച്ചോ, അല്ലെങ്കിൽ ദീക്ഷ സ്വീകരിച്ചോ, അല്ലെങ്കിൽ ബീജാക്ഷരി മന്ത്രങ്ങൾ ഉരുവിടുന്നതോ ഒക്കെയുള്ള രീതികൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾക്കും അറിയാം ഈ പേഴ്സണ് ചേർന്നത് നിങ്ങളാണ്. ഈ പേഴ്സൺ അറിയാം ഈ പേഴ്സണ് ചേർന്നത് നിങ്ങളാണ്.
ഓക്കെ, അപ്പൊ രണ്ടുപേരും ഡിസേർവിംഗ് ആണ്, രണ്ടുപേർക്കും ഒന്നിക്കാൻ അർഹതപ്പെട്ടവരാണ് നിങ്ങൾ രണ്ടുപേരും എന്നുള്ള ചിന്ത നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും. സോ അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു ട്രൂ ഇന്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അത്രത്തോളം ഈ പേഴ്സണ് സ്പെഷ്യൽ ആണ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ ഈ പേഴ്സൺ ഒരിക്കലും സ്വന്തമായി അകന്നു പോയതല്ല, ഈ പേഴ്സൺ അകറ്റിയതാണ്. അത് ആ ഒരു മനസാക്ഷിക്കുത്ത് ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, ആരാണ് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്, എന്തുകൊണ്ട് ഞങ്ങൾ അകന്നു പോയി, ഞങ്ങൾക്കിടയിൽ എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ തിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി ഇപ്പൊ എന്താ പറയാ, വെളിച്ചമില്ലാത്ത ജീവിതം, ഒരു ഇരുട്ടിലാക്കപ്പെട്ട ജീവിതം, അതാണ് ഈ പേഴ്സൺ ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ടാകാം. ഒരിക്കലും കുറ്റപ്പെടുത്തരുത്, ബിക്കോസ് സിറ്റുവേഷൻ അങ്ങനെ ആക്കി കളഞ്ഞതാണ്. ഒരു ബാഡ് ലക്ക് പോലെ നിങ്ങൾക്ക് വന്നപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു സെപ്പറേഷൻ വന്നതാണ്, വന്നു പോയതാണത്. ഓക്കെ, ചിലപ്പോ നിങ്ങൾ അത്രയും ഉറപ്പിച്ച് നിന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. സോ അതിന്റെ ഫലമായിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിക്വേഷൻസോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ സെക്യൂർഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രാർത്ഥനയോ ഒന്നും നിങ്ങൾ ചിലപ്പോൾ അന്നേരത്ത് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം. കാരണം നിങ്ങൾക്ക് ഉറപ്പായിരുന്നു ഈ പേഴ്സൺ നിങ്ങൾ ഉപേക്ഷിക്കില്ല എന്നുള്ളത്. ബട്ട് നിങ്ങൾ ഒരിക്കലും തേർഡ് പാർട്ടിയെ കുറിച്ച് ചിന്തിച്ചില്ല, തേർഡ് പാർട്ടിയെ കുറിച്ച് ആലോചിച്ചില്ല. എത്ര വലിയ ബന്ധമാണ് എന്ന് പറഞ്ഞാലും എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ കീപ്പ് ചെയ്യണം. അതെന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളൊരു പ്രൊട്ടക്ഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അത് പ്രാർത്ഥനയിലൂടെയോ അല്ലെങ്കിൽ തകിട് ജപിച്ച് കെട്ടുക, അല്ലെങ്കിൽ ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. സോ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾ വെക്കണമായിരുന്നു. അപ്പോൾ അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ആ ഒരു സെപ്പറേഷൻ പീരീഡ് വന്നിട്ടുള്ളത്. എനിവേ നിങ്ങൾ പ്രയേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം തീർച്ചയായിട്ടും ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജി ഇപ്പോൾ കുറച്ച് ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. തേർഡ് പാർട്ടിയുടെ എനർജിയും അവർ ചെയ്തു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും അതിന്റെ എനർജി ഇവിടെ ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴും ഒരു വ്യക്തിയുടെ കൂടെ തന്നെ ഈ ഒരു യൂണിവേഴ്സ് നിൽക്കത്തില്ല, ഒന്ന് മാറുകയും ചെയ്യും, എനർജി മാറുകയും ചെയ്യും. ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യക്തിക്കും ജയിക്കാനുള്ള അവസരം ലഭിക്കും. അപ്പൊ ആ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന് ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബൈ.